ഇപ്പോൾ മൂന്നാർ ഗ്യാപ് റോഡിന്റെ കാര്യം നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അവിടെ സാഹസികമായ യാത്ര അപകടകരമായി തുടരുന്നതിനെ കുറിച്ച്. അപ്പോൾ ഈ മൂന്നാർ ഗ്യാപ് റോഡിൽ വീണ്ടും അപകടയാത്ര. ഇന്ന് രാവിലെ ഗ്യാപ് റോഡ് പെരിയക്കനാൽ ഭാഗത്ത് കാറിന്റെ ഡോറിൽ കയറിയിരുന്നായിരുന്നു യുവാവിന്റെ സാഹസിക യാത്ര. തെലങ്കാന രജിസ്ട്രേഷൻ കാർ MVD കസ്റ്റഡിയിലെടുത്തു. ഇവിടെ ഉള്ളവനല്ല, TS എവിടെയാണ്? വിവരങ്ങളുമായി ജെയിനിസ് രാജു ചേർന്ന്. ജെയിൻ, ഗുഡ് മോർണിംഗ്. ഇത് ഗ്യാപ് റോഡിൽ ഇപ്പോൾ ഒന്നും രണ്ടും സംഭവങ്ങളൊന്നുമല്ല, നിരവധി തവണയായി ഇത് സംഭവിക്കുന്നു. റോഡ് നല്ലതാണ് എന്ന് കരുതിയാണോ ഇവരൊക്കെ ഇങ്ങനെ അപകടകരമായ രീതിയിൽ യാത്ര ചെയ്യുന്നത്? ഈ പൗരബോധമില്ലാതെ യാത്ര ചെയ്യുന്നതെന്ന് തോന്നിപ്പോവാണ്. തീർച്ചയായിട്ടും ഇതിപ്പോ ഒരുപാട് തവണയായി, 6-7 തവണയായി ഇത്തരം രീതിയിലുള്ള ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നു. ഇതിപ്പോൾ ഇന്ന് രാവിലെ ഒരു 7:45 കൂടിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. തെലങ്കാന രജിസ്ട്രേഷനുള്ള വാഹനത്തിലെത്തിയ വിനോദസഞ്ചാരികളാണ് ഇങ്ങനെ ഈ വാഹനത്തിന്റെ ഡോറിൽ കയറിയിരുന്നു കൊണ്ട് യാത്ര നടത്തിയത്. ഇവരെന്തായാലും അല്പസമയം മുമ്പ് ദേവികുളം മോട്ടോർ വാഹന വകുപ്പ് പിടികൂടിയിട്ടുണ്ട്. ഇവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകും എന്നുള്ളതാണ്. ഇവരുടെ വാഹനം മൂന്നാറിലെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ എത്തിച്ചതിന് ശേഷം ഇവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ഗുണകരമായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത്, ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ തൊട്ട് പിന്നിൽ വരുന്ന വാഹനങ്ങൾ ആ ദൃശ്യങ്ങൾ പകർത്തുകയും അത് മോട്ടോർ വാഹന വകുപ്പിനോ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കോ കൈമാറുന്നുണ്ട് എന്നതൊരു ഗുണകരമായി ഇത്തരം വാർത്തകൾ നൽകുന്നതുകൊണ്ടുള്ള ഒരു മാറ്റം കൂടിയാണ്. ഇന്ന് രാവിലെയും അങ്ങനെയാണ് സംഭവിച്ചത്. ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നിലുണ്ടായിരുന്ന വാഹനത്തിലെ യാത്രക്കാർ അവർ ഈ ദൃശ്യങ്ങൾ പകർത്തുകയും അത് മോട്ടോർ വാഹന വകുപ്പിന് കൈമാറുകയും അവരെ അറിയിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഈ നടപടി ഉണ്ടായത്. പലപ്പോഴും ഇതര സംസ്ഥാനത്ത് നിന്നെത്തുന്ന വാഹനങ്ങൾ ഈ നിയമലംഘനം നടത്തി മടങ്ങിപ്പോവുകയും അവരവിടെ എത്തിയതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോഴൊക്കെയാണ് ഇത് ശ്രദ്ധയിൽ വരാറുള്ളത്. പക്ഷേ ഇത്തരത്തിൽ ആളുകൾ കുറച്ചുകൂടി ബോധവാന്മാരായിട്ടുണ്ട്. പ്രത്യേകിച്ച് അവിടെ എത്തുന്ന നാട്ടുകാരായിട്ടുള്ള ആളുകൾ അവർ ഈ ദൃശ്യങ്ങൾ പകർത്തി അത് മോട്ടോർ വാഹന വകുപ്പിന് കൈമാറുന്നു എന്നത് ഒരു ഗുണകരമായിട്ടുള്ള മാറ്റമാണ്. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് തീർച്ചയായിട്ടും അപകടകരമാണ്. ഇതുവരെ ഒരു വലിയ അപകടത്തിലേക്ക് പോയിട്ടില്ല, പക്ഷേ ഒരു അപകട സാധ്യതയുള്ള നടപടി തന്നെയാണ്. ഇക്കാര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ കൂടുതൽ കാര്യക്ഷമമായിട്ടുള്ള ഇടപെടൽ കൂടി ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് വിനോദസഞ്ചാരികൾ കൂടുതൽ എത്തുന്ന സമയങ്ങളിൽ ഈ ദേശീയപാതയിലടക്കം വാഹന പരിശോധന ശക്തമാക്കേണ്ടതുണ്ട്. നിലവിൽ അവർക്ക് വാഹനങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്തായാലും അക്കാര്യത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഏർപ്പാടാക്കിക്കൊണ്ട് ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ ഒരു പരിശോധന കൂടി ഇത്തരം മേഖലകളിൽ ആവശ്യമാണ്. മൂർത്തി.